സഹോദരൻ അയ്യപ്പൻ കേരളത്തിലെ ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു. ഉച്ചനീചത്വങ്ങൾ, അയിത്താചാരം ഇവയ്ക്കെതിരായിട്ടെല്ലാം ശബ്ദമുയർത്തിയ ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു. അദ്ദേഹം പറഞ്ഞു അത്രേ, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്. ഇദ്ദേഹം ഈ പറഞ്ഞത് ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ഒരു ഭക്തൻ സ്വാമികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ സ്വാമികൾ പറഞ്ഞതാണ്, പക്ഷേ വേണം ധർമ്മം, വേണം ധർമ്മം, ധർമ്മം വേണം മനുഷ്യന്. ഇതിൽ ഗുരുസ്വാമികളുടെ മറുപടി ഞങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ചിലർക്കൊരു സംശയം മനസ്സിൽ ബാക്കി നിന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം ഈശ്വരവിശ്വാസം വേണമെന്ന് നിഷ്കർഷിക്കാഞ്ഞത്? അമ്മയോട് ചോദിച്ചു, അമ്മ, ശ്രീനാരായണ ഗുരുസ്വാമികൾ എന്തുകൊണ്ടാണ് ഈശ്വരവിശ്വാസം ആവശ്യം ഉണ്ട് എന്ന് നിഷ്കർഷിച്ച് പറയാഞ്ഞത്? കാരണം ജാതി വേണ്ട, മതം വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാക്കാം. പക്ഷേ ഈശ്വരവിശ്വാസം വേണമെന്ന് അദ്ദേഹം നിഷ്കർഷിക്കേണ്ടതായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, വളരെ ബുദ്ധിപൂർവമായിട്ടാണ് അദ്ദേഹം ആ മറുപടി പറഞ്ഞത്. കാരണം ധർമ്മമനുഷ്ഠിച്ച് ധാർമ്മികമായി ജീവിക്കുവാൻ ആരംഭിക്കുമ്പോഴാണ് പലതരത്തിലുള്ള വെല്ലുവിളികളും മാനസിക സംഘർഷങ്ങളും ഉദ്ഭവിക്കുക. ധർമ്മവും സ്വാർത്ഥവും ഒരിക്കലും ഒരുമിച്ച് പോകില്ല. ഒരാൾ ധർമ്മമാർഗത്തിൽ കൂടെ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന് ചുറ്റുമുള്ള ആളുകൾ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ കൂട്ടുകാർ, ഇവർക്കൊന്നും ഒരു പക്ഷേ ധർമ്മമാർഗത്തിൽ അത്ര താല്പര്യം വന്നു എന്നിരിക്കില്ല. അപ്പോൾ അവർ തമ്മിൽ ഇടയ്ക്കിടെ ചില സംഘർഷങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ താൻ ഏകനാണെന്ന് പോലും ഈ ധർമ്മമാർഗത്തിൽ സഞ്ചരിക്കുന്നവന് തോന്നിപ്പോകും, ആരുമില്ല തൻ്റെ കൂടെയെന്ന്. ആ സമയത്താണ് അദ്ദേഹത്തിന് ഈശ്വരവിശ്വാസത്തിൻ്റെ ആവശ്യം മനസ്സിലാവുക. തന്നെ ധർമ്മമാർഗത്തിലേക്ക് നയിക്കാനായിട്ട്, വരുന്ന വെല്ലുവിളികളെ നേരിടുവാനുള്ള ശക്തി തരാനായിട്ട് ഈശ്വരൻ്റെ അനുഗ്രഹം വേണമെന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ടാകും. അപ്പോൾ സ്വാഭാവികമായും ഈശ്വരവിശ്വാസം വന്നു തുടങ്ങും. അതുകൊണ്ടാണ് ഗുരു പ്രത്യേകിച്ച് ഈശ്വരവിശ്വാസത്തെക്കുറിച്ചൊന്നും പറയാഞ്ഞത്. ധർമ്മമാർഗത്തിൽ കൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയാൽ മതി, ഈശ്വരവിശ്വാസത്തിൻ്റെ ആവശ്യം മനസ്സിലാകും. അമ്മ തുടർന്ന് പറഞ്ഞു, അർജുനൻ്റെ കാര്യത്തിലും സംഭവിച്ചത് ഇതാണ്. അർജുനന് ധർമ്മപുത്രരെ പോലെ അത്രയധികം ഒരു ധർമ്മനിഷ്ഠയുണ്ടായിരുന്നില്ല. എന്നാൽ ദുര്യോധനനേക്കാളും വളരെയധികം ധർമ്മനിഷ്ഠയുണ്ടായിരുന്നു. ധർമ്മപുത്രർ കുറഞ്ഞൊരു 95% ധർമ്മനിഷ്ഠമായൊരു ജീവിതമാണ് നയിച്ചിരുന്നത്. ദുര്യോധനൻ കൂടി വന്നാൽ 5% മാത്രമാണ് ധർമ്മിഷ്ഠമായൊരു ജീവിതം നയിച്ചിരുന്നത്. അതുകൊണ്ട് ധർമ്മപുത്രർക്ക് ഏതൊരു സാഹചര്യത്തിലും തൻ്റെ ധർമ്മം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു സംശയവും തോന്നിയിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിനോട് എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയാനായിട്ട് ആരുടെയും ആവശ്യമുണ്ടായിരുന്നില്ല. ദുര്യോധനാണെങ്കിലോ ഏതൊരു സാഹചര്യത്തിലും തൻ്റെ സ്വാർത്ഥമാണ് അദ്ദേഹത്തിന് ഏറ്റവും വലുതായിരുന്നത്. ധർമ്മവും അധർമ്മം അങ്ങനത്തെ ചിന്തകളൊന്നും അദ്ദേഹത്തെ ബാധിച്ചിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിനും മനസ്സിലൊരു ആശയക്കുഴപ്പം ഉണ്ടായില്ല. എന്നാൽ അർജുനനാണെങ്കിൽ ഒരു ധർമ്മബോധത്തോടുകൂടി ജീവിക്കുവാൻ ആഗ്രഹിച്ചിരുന്നു. ധർമ്മബോധം ഏറെക്കുറെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അർജുനന് മനസ്സിലൊരു ആശയക്കുഴപ്പങ്ങൾ വന്നു. താൻ തൻ്റെ ഗുരുകാരണവന്മാരെയെല്ലാം യുദ്ധത്തിൽ കൊല്ലുന്നത് ധർമ്മമാണോ? അങ്ങനെയെല്ലാം പല സംശയങ്ങളും വന്ന് അദ്ദേഹം ആ കുഴഞ്ഞുപോയി. അപ്പോഴാണ് അദ്ദേഹത്തിന് തോന്നുന്നത്, തന്നെ നയിക്കാനായിട്ടൊരു ഗുരു വേണം, തനിക്ക് ശക്തി പകരാനായിട്ട് ഒരു ആൾ വേണം തൻ്റെ കൂടെ. അതുകൊണ്ട് അതേവരെ കൂട്ടുകാരനായി കണ്ടിരുന്ന ശ്രീകൃഷ്ണനെ അർജുനൻ ഒരു ശിഷ്യഭാവത്തിൽ അദ്ദേഹത്തെ ശരണം പ്രാപിച്ചു. അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ അങ്ങയുടെ ശിഷ്യനെപ്പോലെ അങ്ങയെ ശരണം പ്രാപിക്കുകയാണ്, അങ്ങനെ രക്ഷിക്കണം, എൻ്റെ സംശയങ്ങൾ തീർത്തു തരണമെന്ന്. അമ്മ വീണ്ടും പറഞ്ഞു, ഈശ്വരവിശ്വാസം ഉണ്ടെങ്കിൽ അത് നമ്മെ ധാർമ്മികമായ ഒരു ജീവിതം നയിക്കാനായിട്ട് നമ്മെ സഹായിക്കും, നമ്മെ പ്രേരിപ്പിക്കും. നമുക്ക് പലർക്കും സംശയം തോന്നാം, ഈശ്വരൻ്റെ പേരിൽ നടക്കുന്നത് പോലെ ഉള്ള അത്ര അധർമ്മം വേറെ എവിടെയും നടക്കുന്നില്ല എന്ന് തോന്നിയേക്കാം. ഈ ഒരു ചോദ്യം അമ്മയുടെ അടുത്ത് അവതരിപ്പിച്ചപ്പോൾ അമ്മ പറഞ്ഞതാണ്, ഈശ്വരൻ്റെ പേരിൽ അധർമ്മം നടത്തുന്ന ആളുകൾ, അവർക്ക് ഈശ്വരന് യഥാർത്ഥത്തിൽ വിശ്വാസമില്ല. കാരണം തങ്ങൾ ചെയ്യുന്നതെല്ലാം ഈശ്വരൻ അറിയുന്നുണ്ട് എന്നൊരു വിശ്വാസം മനസ്സിലുണ്ടെങ്കിൽ എങ്ങനെയാണ് തെറ്റ് ചെയ്യാൻ സാധിക്കുക? ഒരു കള്ളൻ കക്കാൻ പോകുന്നതിന് മുമ്പ് ചുറ്റും നോക്കും,
ആരെങ്കിലും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അയാൾ ആ കക്കാൻ പോകില്ല, അയാൾ ഒഴിഞ്ഞു മാറും. ആരും കാണാത്തപ്പോഴാണ് അയാൾ കക്കുവാനായിട്ട് നോക്കുക. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഈശ്വര വിശ്വാസമുണ്ടെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുക, ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരില്ല. കഴിയുന്നത്ര ആളുകളെ സഹായിക്കുക, കാരണം എല്ലാം ഈശ്വര സൃഷ്ടിയാണ്, തന്നെപ്പോലെ തന്നെ എല്ലാം ഈശ്വര സൃഷ്ടിയാണ് എന്നൊരു ഭാവന മനസ്സിൽ വരും. എല്ലാവരുടെയും കുറച്ച് കാരുണ്യമായും സത്യസന്ധമായും പെരുമാറുവാനായിട്ട് മനസ്സിലൊരു പ്രേരണ വരും. അങ്ങനെ വരുമ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടുമെന്നൊരു ബോധവും വരും. അതുകൊണ്ട് ധർമ്മബോധം നിലനിർത്താനായിട്ട് കൂടെ ഈശ്വര വിശ്വാസം കൂടി ആവശ്യമാണ്.